ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് അസംബ്ലിംഗ് ഓഫ് വാൾ ട്രെയിൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു വാൾ ട്രെയിന് ഡിസ്മാൻഡിൽ ചെയ്ത് ഇൻസ്പെക്റ്റ് ചെയ്ത് അതിൽ നിന്ന് വാൾവൊക്കെ റിമൂവ് ചെയ്ത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അസംബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് വാൾവ്? ഏതൊരു പെട്രോൾ എഞ്ചിൻ ആയിക്കോട്ടെ ഡീസൽ എഞ്ചിൻ ആയിക്കോട്ടെ 4 സ്ട്രോക്ക് എഞ്ചിൻസ് ആകുമ്പോൾ അതിൽ 2 വാൾവുകൾ ഉണ്ടാവും. നിങ്ങൾ ആൾറെഡി സ്റ്റഡി ചെയ്താണ് പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഇൻലെറ്റ് വാൾവ് ആൻഡ് എക്സോസ്റ്റ് വാൾവ്. ഇൻലെറ്റ് വാൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ അകത്തേക്ക് സക്ഷൻ സ്ട്രോക്ക് സമയത്ത് എയർ ഫിൽ മിക്സ്ചറിനെ എഞ്ചിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കാൻ അതിനുള്ള ഓപ്പണിങ്, അതാണ് ഇൻലെറ്റ് വാൾവ്. ആ ഓപ്പണിങ് പ്ലസ് അതിനുള്ള ക്ലോസ് ചെയ്യുന്ന മെക്കാനിസം, അതാണ് ഇൻലെറ്റ് വാൾവ് എന്ന് പറയുന്നത്. വാൾവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഹോളും അതിൻ്റെ കൂടെ ക്ലോസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ്, അതാണ് വാൾവ് എന്ന് പറയുന്നത്. ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും. ഇപ്പം നമ്മൾ ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ആ ഡോറിൻ്റെ നമ്മൾ ഓപ്പണിങ്ങിനും ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് അല്ലേ? ഇതുപോലെ എഞ്ചിൻ്റെ അകത്തേക്ക് എയർ ഫിൽ മിക്സ്ചറിനെ സക്ഷൻ സ്ട്രോക്കിലേക്ക് സമയത്ത് കടത്തി വിടാനും തിരിച്ച് സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാനും ആയിട്ടുള്ളതാണ് ഇൻലെറ്റ് വാൾവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അങ്ങനെയുള്ള എഞ്ചിനകത്ത് കടത്തുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനെ നമ്മൾ കംപ്രസ് ചെയ്ത് അതിലേക്ക് സ്പാർക്ക് കൊടുത്തത്, പെട്രോൾ എഞ്ചിനാകുമ്പോൾ സ്പാർക്ക് കൊടുത്ത് അതിനെ കത്തിച്ച് പവർ സ്ട്രോക്ക് വന്ന് നെക്സ്റ്റ് ഈ ബേൺ ചെയ്തിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ പുറന്തള്ളാനാണ് എക്സോസ്റ്റ് വാൾവ് ഉപയോഗിക്കുന്നത്. എക്സോസ്റ്റ് വാൾവ്. അപ്പോൾ ഇൻലെറ്റ് വാൾവ് ഉണ്ടാവും, എക്സോസ്റ്റ് വാൾവ് ഉണ്ടാവും. ഈ ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും അത് ഓപ്പണിങ് ക്ലോസിങ് ചെയ്യണമെങ്കിൽ അതിനൊരു മെക്കാനിസം ആവശ്യമാണ്. അതാണ് വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വാൾവ് ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാൾവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട മെക്കാനിസം ആവശ്യമുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസംസ് ഉണ്ട്. ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം, സൈഡ് വാൾവ് മെക്കാനിസം. അത് തന്നെ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്, സൈഡിൽ ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്. എഫ് ഹെഡ്, ടി ഹെഡ് എന്ന് പറഞ്ഞാൽ എൻജിൻ ഹെഡിനനുസരിച്ച് ക്യാം ഷാഫ്റ്റിൻ്റെ വാൾവിൻ്റെ ഒക്കെ ലൊക്കേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഓവർ ഹെഡ് ടൈപ്പ് വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസമാണ്. അതിൽ തന്നെ സിംഗിൾ ഓവർ ഹെഡ് നിങ്ങൾ കണ്ടുണ്ടാവും. SOHC എന്നൊക്കെ ചില വണ്ടിൻ്റെ സ്പെസിഫിക്കേഷനിൽ പറയാം. SOHC DOHC എന്നൊക്കെ. എന്താണ് SOHC? സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ്. DOHC എന്നാൽ ഡബിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ്. അപ്പോൾ ഇവിടെ സാധാരണ കേസിൽ ഒരു എഞ്ചിൻ സിലിണ്ടറിൽ ഒരു ഇൻലെറ്റ് വാൾവും ഒരു എക്സോസ്റ്റ് വാൾവും ആണെങ്കിൽ ചില വാഹനങ്ങളിൽ ഒരു സിലിണ്ടറിൽ 2 ഇൻലെറ്റും 2 എക്സോസ്റ്റും ഒക്കെ കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ കൂടുതൽ എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ എഞ്ചിനകത്തേക്ക് വളരെ ഫാസ്റ്റായിട്ടും കൂടുതൽ വോളിമെട്രിക് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടും എഞ്ചിന് കൂടുതൽ പവർ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് എയർ ഫ്യൂൽ മിക്സ്ചറിനെ കൂടുതൽ എമൗണ്ട് എഞ്ചിനകത്തേക്ക് സക്ക് ചെയ്തെടുക്കാനും തിരിച്ച് എക്സോസ്റ്റ് ഗ്യാസിന് വളരെ എഫക്റ്റീവായിട്ട് ഒഴിവാക്കാനൊക്കെ 4 വാൾവുകൾ വരെ, 2 ഇൻലെറ്റ് 2 എക്സോസ്റ്റ് വരെയൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇനി ഈ വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് സർവീസിങ് ഓഫ് ഓവർ ഹെഡ് വാൾവ് ട്രെയിൻ. ഇവിടെ നമ്മളൊരു ഓവർ ഹെഡ് വാൾവ് ട്രെയിനാണ് സർവീസ് ചെയ്യുന്നത്, ഡിസ്മാൻഡിൽ ചെയ്ത് അസംബിൾ ചെയ്ത് ചെക്ക് ചെയ്യണത്. നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്
ഇവിടെ നമ്മളൊരു 4 സ്റ്റോക്ക് പെട്രോൾ എൻജിൻ, നമ്മൾക്ക് എൻജിൻ എന്തായാലും ആവശ്യമാണ്. എൻജിൻ്റെ ഹെഡിലാണ് നമ്മൾ വാൾവ് ട്രെയിൻ അല്ലെങ്കിൽ ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം ആകുമ്പോൾ നമ്മൾ എൻജിൻ ഹെഡിലാണ് നമ്മൾ വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം വാൾവും ഒക്കെ ഉണ്ടാവുക. പിന്നെ വാൾവ് സ്പ്രിംഗ് കംപ്രസർ, ഇത് സ്പെഷ്യൽ ടൂളാണ്. ഈ വാൾവിനൊരു സ്പ്രിങ് ഉണ്ടാവും, അഥവാ ഈ വാൾവിനെ ക്ലോസ് ചെയ്യാൻ ഈ സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് വാൾവ് ക്ലോസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യാനാണ് നമ്മൾ മെക്കാനിസംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഒന്ന് റിമൂവ് ആയി കഴിഞ്ഞാൽ റിലീസ് ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാൻ വാൾവ് സ്പ്രിങ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ വാൾവ് സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് ഈ വാൾവിനെ അതിൽ കുടുക്കിയിട്ടുള്ളത് ഹെഡിൽ. അപ്പോൾ ആ വാൾവ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാൾവ് സ്പ്രിങ് കംപ്രസർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ നിർബന്ധമാണ്. പിന്നെ വാൾവ് ലാപ്പിംഗ് സ്റ്റിക്ക്. വാൾവ് ലാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസുകളൊക്കെ ക്ലിയർ ചെയ്യുക, അതിൻ്റെ അതുപോലെ സീറ്റിങ്ങൊക്കെ ക്ലിയർ ചെയ്യുക. വളരെ എയർ ടൈറ്റ് ആയിട്ട് വേണം ഇത് നമ്മളെ എൻജിൻ സിലിണ്ടർ ഹെഡിൽ നിൽക്കണം, എന്നാലേ എൻജിന് പവർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്തും പവർ സ്ട്രോക്കിൻ്റെ സമയത്തൊക്കെ പവർ ലോസ്, അത് കംപ്രഷൻ ലോസ് ഒക്കെ വരും. അഥവാ അവിടെ നമ്മൾ എൻജിൻ വാൾവ് സീറ്റിങ്ങോ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ, അപ്പോൾ അതിന് നമ്മൾ വാൾവ് ലാപ്പ് ചെയ്യണം. അപ്പം വാൾവ് ലാപ്പിംഗ് സ്റ്റിക്ക് വേണം, അത് ലാപ്പിംഗ് പേസ്റ്റ് വേണം. പിന്നെ അതർ ടൂൾസുകൾ, ഇത് എൻജിൻ ഹെഡൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ടൂൾസുകൾ കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഇൻ കേസ് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വാൾവ് ടാപ്പറ്റ് ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുകൂടി ചെയ്തിട്ടാവണം നമ്മൾ എൻജിന് റീസെറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എന്താണ് വാൾവ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിസ്ക്രിപ്ഷൻ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് സെലക്ഷങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളിതൊക്കെ വായിച്ചു നോക്കണം. നെക്സ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ആദ്യം ഡിസ്മാൻഡിൽ ചെയ്യേണ്ട പ്രൊസീജിയർ, അതാണ് ജോബ് സീക്വൻസ് കൊണ്ട് ഉദ്ദേശിച്ച്. പ്രൊസീജിയർ ഡിസ്മാൻഡിൽ ചെയ്യേണ്ട പ്രൊസീജിയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്മാൻഡിൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റോക്കറാം അസംബ്ലി, അതിൻ്റെ ഒരു ഫിഗർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാൾവുകൾ, റോക്കറാം അസംബ്ലി, ഇതിൻ്റെയൊക്കെ ഒരു ഫിഗർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റോക്കറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറാം അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാൾവിനെ ഓപ്പൺ ചെയ്യുന്നത് ഈ റോക്കറാം ഉപയോഗിച്ചിട്ടാണ്. റോക്കറാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കൈയിൻ്റെ പോലെ ചെറിയൊരു ആമാണ്. അത് നമ്മൾ വാൾവ് ടിപ്പിലേക്ക് തട്ടിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ചെറിയ ക്ലിയറൻസ് ഗ്യാപ്പ് കൊടുക്കുന്നത്. വാൾവ് ടാപ്പ് ക്ലിയറൻസ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെയാണ് നമ്മൾ വാൾവ് ഉണ്ടാവുക. വാൾവിൻ്റെ നമുക്ക് തുറക്കാനുള്ള റോക്കറാമും ഈ ഒരു സ്പ്രിങ് വാൾവ് ഈ സ്പ്രിങ്ങിലാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ റോക്കറാം അസംബ്ലി ഉണ്ടാവും. പിന്നെ ആ റോക്കറാമിനെ ഓപ്പറേറ്റ് ചെയ്യാനും ക്യാം ഉണ്ടാവും. ഇങ്ങനെ ഓരോ വാൾവിനും ഓരോ റോക്കറാമും ഈ ക്യാമും ആ ഒരു യൂണിറ്റ് ഒന്നിച്ച് ഈ റോക്കറാമും ക്യാമും കൂടി കണക്ട് ചെയ്തതാണ് റോക്കറാം അസംബ്ലി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ക്യാം കണക്ട് ചെയ്തിട്ടുള്ളതാണ് ക്യാം ഷാഫ്റ്റ് അസംബ്ലി. ഇതുപോലെ ഈ സൈഡിൽ ഇൻലെറ്റ് വാൾവ് ഉണ്ടെങ്കിൽ അതർ സൈഡിൽ എക്സോസ്റ്റ് വാൾവ് ഉണ്ടാവും, അതിനുള്ള സ്പ്രിങ്ങും അതുപോലെ തന്നെ അതിന് റോക്കറാമും. ഇങ്ങനെ റോക്കറാമുകളും റോക്കറാം അസംബ്ലി ഉണ്ടാവും, അതുപോലെ ക്യാം ഷാഫ്റ്റും ഉണ്ടാവും. ഈ ക്യാം ഷാഫ്റ്റാണ് നമ്മൾ റോക്കറാമിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് വാൾവിനെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ക്ലോസ് ചെയ്യാൻ ആ റോക്കറാമിൽ നിന്ന് റിലീസായി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് സ്പ്രിങ് ഫോഴ്സ് കൊണ്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ വാൾവിൽ സ്പ്രിങ് ഉണ്ടെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വാൾവ്. ഇനി വാൾവ് സ്പ്രിങ്ങിൽ കൊടുക്കേണ്ട കൊടുക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് കൊടുക്കാനുള്ള മറ്റു കമ്പോണൻസ് ആണ്. ഇത് വാൾവ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഫിഗറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഇൻലെറ്റ് വാൾവ്, എക്സോസ്റ്റ് വാൾവ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻലെറ്റ് വാൾവ് എപ്പോഴും വലുതായിരിക്കും. എക്സോസ്റ്റ് വാൾവ് ചെറുതായിരിക്കും. കാരണം ഇൻലെറ്റ് എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ എയറിനെ എഞ്ചിനകത്തേക്ക് സക്ക് ചെയ്തെടുക്കാൻ, അവിടെ പരമാവധി എയർ എഞ്ചിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻലെറ്റ് വാൾവ് എപ്പോഴും വലുതായിട്ടാണ് കൊടുക്കുക. കുറച്ച് സൈസ് ചെറുതായിട്ട് അതിൻ്റെ വാൾവിൻ്റെ
ഫേസ് കുറച്ച് വലുതായിരിക്കും. എന്നാൽ എക്സോസ്റ്റ് വാൾവ് എന്ന് പറയുന്നത് കുറച്ച് അതിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും. നെക്സ്റ്റ് വാൾവ് സ്പ്രിങ് വേണം, സീറ്റ് ഹോൾഡർ, നെക്സ്റ്റ് കോട്ടർ ഹോൾഡർ, കോട്ടർ, ഓറിങ്. ഇത്രയാണ് ആ ഒരു വാൾവിൻ്റെ സെറ്റിങ്സിലുള്ളത്. ഒരു സിംഗിൾ വാൾവിൻ്റെ കേസിൽ തന്നെ ഈ ഒരു സ്പ്രിങ്ങും അതുപോലെ ഹോൾഡറും കോട്ടർ ഹോൾഡർ അതുപോലെ തന്നെ കോട്ടർ എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രിങ്ങിൽ ഈ വാൾവിനെ പിടിച്ചു നിർത്താനുള്ളതാണ് ഈ കോട്ടർ. അതിനുള്ള ഇതാണ് കോട്ടർ. പിന്നെ അതിൻ്റെ ഒരു ഓറിങ്ങും. ഇത്രയും കാര്യങ്ങളാണ് അതിലുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ചെടുക്കണം. നെക്സ്റ്റ് അതിൻ്റെ ക്ലീനിങ് ആൻഡ് ഇൻസ്പെക്ഷനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. നെക്സ്റ്റ് അസംബ്ലിങ്. നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം വാൾവിൻ്റെ സീറ്റിംഗ് ലാപ്പ് ചെയ്തതിന് ശേഷം അതുപോലെ വാൾവ് ലാപ്പിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് എന്തെങ്കിലും വാൾവിൽ ക്രാക്കൊന്നും ഇല്ലെങ്കിൽ ആ വാൾവ് തന്നെ അതിൻ്റെ ഫേസുകളൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ശരിക്കും വാൾവ് ഫേസൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് ആ ഫേസ് ആംഗിളൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് തിരിച്ച് നമ്മൾ ആ ഹെഡിൽ പ്ലേസ് ചെയ്യാറുള്ളത്. അതിൻ്റെ അസംബ്ലിങ് ഡീറ്റെയിൽസ് ബാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റിസൾട്ട്. ഇനി നമുക്ക് ഈ വാൾവ് ട്രെയിൻ ഡിസ്മാൻഡ്ലിങ് ആൻഡ് അസംബ്ലിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം.